വീണ്ടും ഒരു തമിഴ്നാട് യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ തമിഴ്നാടൊന്ന് മാറ്റി പിടിച്ചുകൂടെയെന്ന്. ശരിയാണ്, മാറ്റി പിടിക്കാൻ സമയമായിട്ടുണ്ട്. എന്തായാലും കുറച്ച് വീഡിയോസോടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിനുശേഷം കർണാടകയ്ക്ക് പോകണം. അപ്പോൾ തമിഴ്നാട് അങ്ങനെ കംപ്ലീറ്റ് നിർത്തി പോകുന്നല്ലോ കേട്ടോ. കർണാടകയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് വരും. അതുപോലെ തന്നെ ഈ വർഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകണം. അതൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കമ്പം ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണേ. ഇടുക്കി ജില്ലയിലെ കമ്പമേട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന ചുരംപാതയാണ്. ഇത് കുറച്ച് ദൂരമുണ്ട്. ഈ ചുരം ഇറങ്ങിയാണ് നമ്മൾ താഴെ കമ്പത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചില വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്നറിയില്ല. അതായത് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് പറയുന്നത്. ഈ റൂട്ടിൽ കൊള്ളക്കാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു ഗ്യാങ് ആയിരിക്കും, കുറേ പേരുടെ ഒരു സംഘമായിരിക്കും. അങ്ങനെ ഇതുവഴി പോകുന്ന വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുകയും അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഡ്രൈവർ വാഹനം നിർത്താനായിട്ട് നിർബന്ധിതനായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ വാഹനത്തിലുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പണവും ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് അങ്ങനെ കവർച്ച നടത്തുന്ന ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പണ്ട് ഇത്രയും വാഹനങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് പല സമയത്തും വിജനമായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ ഒരു വാഹനം കയറി കഴിഞ്ഞാൽ ഇവരൊരു ഗ്യാങ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് അങ്ങനെ അവസരം മുതലാക്കിയിട്ടാണ് അവർ ഈ കവർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പരാതിപ്പെടും? ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടും പിന്നെ ഇന്നത്തെ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും അവർ മുതലെടുക്കുകയായിരുന്നു. ഇതൊരു കെട്ടുകഥയാണോ അതോ ഇതിൽ എത്രത്തോളം ഇതിൽ വാസ്തവം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ കേട്ട ഒരു കാര്യം അതേപോലെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പണ്ട് കാലത്ത് ഈ കൊള്ളക്കാരുടെ കഥകളൊക്കെ ഇങ്ങനെ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നടന്ന സംഭവങ്ങളായിരുന്നു. അതായത് പണ്ട് കാലത്ത് ഈ ചരക്ക് ഗതാഗതം നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്ന് ലോ റേഞ്ചിലേക്കുള്ള ചരക്ക് ഗതാഗതം കാളവണ്ടികളെ ആശ്രയിച്ചായിരുന്നു. അപ്പം നിരവധി കാളവണ്ടികൾ ഹൈ റേഞ്ചിൽ നിന്ന് ലോ റേഞ്ചിലേക്ക് ചരക്കുകളായിട്ട് പോകുമായിരുന്നു. ഇവിടെ ഹൈ റേഞ്ചിൽ വിളയുന്ന ഏലം, കാപ്പി, കുരുമുളക്, കപ്പ അങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ചങ്ങനാശ്ശേരി, എറണാകുളം പോലെയുള്ള മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനായിട്ട് ദിവസങ്ങൾ നീളുന്ന യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈ റേഞ്ചിൽ നിന്നുള്ള സാധനങ്ങൾ മാർക്കറ്റിലെത്തിക്കുകയും മാർക്കറ്റിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ നെല്ല്, തേങ്ങ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ തിരികെ ഹൈ റേഞ്ചിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാളവണ്ടിയായിട്ട് മാത്രം പോവില്ല. അന്നിങ്ങനെ ഒരു കോൺവോയ് ആയിട്ടാണ്, അതൊരു സംഘമായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഒന്നിലധികം ഒരുപാട് കാളവണ്ടികളുണ്ടായിരിക്കും. അത് നിറയെ ചരക്കും അതുപോലെ എന്താ പറയുക കാളകൾക്ക് കൊടുക്കാനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ടാണ്, പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇവർ പകൽ മൊത്തം യാത്ര ചെയ്ത് രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ തമ്പടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മൊത്തം അന്ന് ഈ കാട്ടുപാതകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തമ്പടിച്ച് അന്ന് ഈ കൊള്ളക്കാരുടെ ഒരു സാന്നിധ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കവർച്ചയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ കോൺവോയ് ആയിട്ട് യാത്ര ചെയ്യുന്നത്. പിന്നെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് ഈ സംഘമായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവർ എവിടെയെങ്കിലുമൊക്കെ തമ്പടിച്ച് അവരിങ്ങനെ ഈ മരക്കമ്പുകൾക്കൊക്കെ തീ കൊടുത്ത് അതവർക്ക് ഒരു വെളിച്ചം ലഭിക്കാനും പിന്നെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ തന്നെ കൊള്ളക്കാർ കവർച്ച നടത്തിയിട്ട് കാളകളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ മനുഷ്യരേക്ക് ആക്രമിക്കുകയും കാളവണ്ടികളിലുള്ള ചരക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ടാണ് അവരങ്ങനെ സംഘമായിട്ട് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ പഴയ കാലത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇല്ലെങ്കിൽ കൂടിയും മറ്റ് ചില സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ചരക്ക് ലോറികളൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് പൈസ പിരിക്കുകയും സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന ആളുകളുമുണ്ട്. എന്തിനേറെ പറയാൻ ലോറിയുടെ ടയർ വരെ ഉരുക്കിണ്ടോ ഡീസൽ വരെ ചോർത്തിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കമ്പം യാത്ര 2025 സെപ്റ്റംബർ മാസം അവസാനത്തിലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങുകയും നമ്മൾ തൊടുപുഴ ഇടുക്കി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4:30 കൂടി വെളുപ്പിന് 4:30 കൂടി കുളമാവ് ഡാമിൻ്റെ അടുത്തെത്തി. അങ്ങനെ കുളമാവ് ഡാം കഴിഞ്ഞ് അവിടെ ഒരു പോലീസിൻ്റെ ഗാർഡ് റൂം ഉണ്ടല്ലോ, അവിടെ 24 hours ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഒരു പോലീസ് ഓഫീസറുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ സ്കൂട്ടർ നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇനി മുന്നോട്ട് പോയാൽ പ്രശ്നമുണ്ട് ഈ ഒരു സമയത്ത്. കാരണം കുളമാവിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ പൈനാവ് വരെ ഫോറസ്റ്റാണ്, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ ആന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ട്. അപ്പോൾ അതറിയാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ഒരു സമയത്ത് പോകണോ, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്, കമ്പത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത്ര നേരത്തെ പോകണോ, നേരം വെളുത്തിട്ട് പോയാൽ പോരെ, അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സാർ അങ്ങനെ അത്യാവശ്യമില്ല, എങ്കിലും നേരത്തെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, എനിക്ക് കുറേ ടൈമൊക്കെ കിട്ടും. അപ്പോൾ എന്നോട് പറഞ്ഞു ആന ഉണ്ട്, ഫോറസ്റ്റാണ്, അങ്ങനെ വഴിയിലൊന്നും അങ്ങനെ ഇറങ്ങി നിൽക്കാറൊന്നുമില്ല, പിന്നെ അപകടങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ പേടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് വണ്ടികളൊക്കെ വന്നു കൊടുക്കുമ്പോഴത്തേനും പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം വരെ അങ്ങനെ വാഹനങ്ങളൊന്നും അങ്ങനെ വന്ന് കണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനവിടെ
നിന്ന് കുറേ സമയം ഏകദേശം ഒരു 15 മിനിറ്റ് നിന്നപ്പോഴത്തേനും ഒരു പിക്കപ്പ് വരുന്നുണ്ട് ലോഡൊക്കെ ആയിട്ട്. അങ്ങനെ ഈ ഡാമിന് മുന്നേ ആയിട്ടൊരു ഹമ്പുണ്ടല്ലോ, ആ ഹമ്പെത്തിയപ്പോഴത്തേനും സ്ലോ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഓടിച്ചെന്ന് ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ വഴിയിൽ പ്രശ്നമൊന്നും ഇല്ലോ, അല്ല ആനയൊന്നും ഇല്ലോ, എനിക്ക് അങ്ങോട്ട് പോകാനാണ്, ഇടുക്കി ഭാഗത്തേക്ക് പോകാനാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞേ ഒരു പ്രശ്നമില്ല, പൊക്കോ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതിൽ വരുന്നതാണ്, ഇതുവരെ ആനേനൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇനി പേടിക്കൊന്നുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ആ ഒരു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ അങ്ങ് പോയട്ടോ. പോലീസ് ഓഫീസറിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം വണ്ടി ഓടി ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഫോറസ്റ്റിൻ്റെ അത് കയറി കഴിഞ്ഞാൽ വെട്ടവും വെളിച്ചമുള്ള സ്ഥലം ഈ പൈനാവെത്താതെ അധികമില്ല. ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, 1 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ കടയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് ഇനി മുന്നോട്ട് പോയി മഴ കൂടിക്കഴിഞ്ഞാൽ ആ കാട്ടിലങ്ങ് നിർത്തണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ഇനിയുള്ള 19 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു വെട്ടവും വെളിച്ചം ഒന്നുമില്ല, പൈനാവ് ചെല്ലണം. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എതിരെ ഒരു വാഹനങ്ങൾ പോലും വരുന്നില്ല, നമ്മുടെ ഓവർടേക്ക് ചെയ്ത് ആരും പോകുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ചെറിയൊരു സ്കൂട്ടറിൻ്റെ ചെറിയൊരു വെളിച്ചത്തിൻ്റെ പിൻബലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ ചെറിയ പേടിയൊക്കെ തോന്നി തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ ആ ഒരു 4:30 4:45 ടൈം ആണെന്നുണ്ടെങ്കിലും ഒരു അർദ്ധരാത്രി എങ്ങനെയാണോ അതേ ഒരു ഫീൽ തന്നെയാണ്. കാരണം അത്ര ഇരുട്ടും പിന്നെയും വനത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ, അതിനിടയ്ക്ക് ഇങ്ങനെ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാറ്റ് വീശുന്നു, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ, എല്ലാം കൂടെ ആലോചിച്ചതിനും പിന്നെ ഈ ആനയുടെ കാര്യം എനിക്ക് മനസ്സിൽ കിടക്കണേ, അതാണ് ഏറ്റവും പേടിയെന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫോറസ്റ്റിൽ കൂടെ ഉള്ള തനിച്ചുള്ള യാത്ര എന്ന് പറയുമ്പോൾ ആലോചിച്ച് വയ്ക്കുക, അത് എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേനും നമ്മുടെ സ്കൂട്ടറിൻ്റെ കണ്ണാടിയിൽ ഒരു വെളിച്ചം വന്ന് തട്ടുവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറകിലൊരു വാഹനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശ്വാസമായി. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പം അതൊരു 2 വീലർ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവരും ഇങ്ങനെ അധികം സ്പീഡിലൊന്നുമില്ല, നമ്മൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ഒരു 30 കിലോമീറ്റർ സ്പീഡൊക്കെ ഉള്ളൂ. അപ്പോൾ അവരും അതേ സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അവരാ പുറകെ നിൽക്കട്ടെ, അപ്പോൾ അവരുടെ ഒരു ഉണ്ടെന്നുള്ള ഒരു ആശ്വാസത്തിലങ്ങ് പോകാം, അല്ലെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്ത് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായി ഞാൻ. അങ്ങനെ കുറച്ച് ദൂരം ഓടി, ഇവർ കയറി പോകുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേനും ഈ വെളിച്ചം കാണുന്നില്ല ഈ സ്കൂട്ടറിൻ്റെ. ഞാൻ തിരിഞ്ഞു നോക്കി, സ്കൂട്ടറില്ല. അപ്പോൾ ഇത് എവിടെ പോയി ഇവർ? കാരണം ആ റൂട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജംഗ്ഷനോ ഒന്നുമില്ല ഈ ഫോറസ്റ്റിൻ്റെ അകത്ത്. ഇനി ഉണ്ടെങ്കിൽ കൂടി അത് കാട്ടിലേക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പോൾ ഒരിക്കലും അവരങ്ങനെ തിരിഞ്ഞു പോകാൻ വഴിയില്ല. ഒന്നെങ്കിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും, എന്തായാലും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് വീണ്ടും ആശങ്ക, അയ്യോ വാഹനം കാണുന്നില്ല, ഇത്രയും നേരമായിട്ട് ഒരു വാഹനം പോലും വരുന്നുമില്ല, വേറെ ഒരു വാഹനം കയറി പോകുന്നില്ല, വീണ്ടും തനിച്ചായി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ ഈ കൊള്ളക്കാരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലേക്ക് വരും. അതുപോലെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. എൻ്റെ മനസ്സിൽ കയറിയിരുന്ന ആരോ പറയുന്ന പോലെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്ന ഇങ്ങനെ ആരോ പറയുന്ന പോലെ, അതുപോലെ തന്നെ പുറകിൽ സീറ്റിൽ ഞാൻ നോക്കുന്നു ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഇതേവരെ ഞാൻ സൈക്കിളിലൊക്കെ പാതിരാത്രിയിലൊക്കെ പോകുന്നതാണ്. അങ്ങനെ അന്നൊന്നും തോന്നാത്ത ആ ഒരു പല ചിന്തകളും മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു നിമിഷം കടന്നു വരുവാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചുള്ള യാത്രയാണ്. എന്ത് ചെയ്യും, നമുക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. ഏകദേശം കുറേ ദൂരം ഓടി, ഒരു 10 കിലോമീറ്ററോളം ഓടി, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല, മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ചെറിയ അനക്കങ്ങളും ഈ സൗണ്ടും ഈ കാറ്റൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും നമ്മുടെ മൈൻഡൊക്കെ മാറും. കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുറകിലുണ്ടോയെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുവാണ്. എനിക്ക് അന്നേ വരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലുകളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ദിവസം മാത്രം എന്താണ് ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. ശരിക്കും മനസ്സിലുള്ള ഒരു പേടി കൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് വനത്തിനുള്ളിലൂടെ തനിച്ച് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു പേടി കാരണമായിരിക്കാം. ഒരിക്കലും നമുക്കൊരു വെളുപ്പാങ്കാലമാണ് അങ്ങനെ പറഞ്ഞ് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു രാത്രി എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു അർദ്ധരാത്രി എങ്ങനെയാണോ അതേ ഒരു നിശബ്ദതയും ഈ വനത്തിൽ നിന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ ആളുകളോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു വിജനമായൊരു വഴിയാണെന്ന് ആലോചിക്കണം. അപ്പം പൈനാവൊക്കെ എത്തിയപ്പോഴാണ് കുറച്ച് വാഹനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് കേട്ടോ. പിന്നെ ചെറുതോണിക്ക് എത്തിയപ്പോഴത്തേനും ഏകദേശം നേരമൊക്കെ വെളുത്തു തുടങ്ങി. അപ്പോൾ ഈ കാര്യം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞിട്ട്, അപ്പോൾ അവർ കേൾക്കണവരൊക്കെ പറഞ്ഞാണ് ആ റൂട്ടിൽ ആനയൊന്നുമില്ല, അതിലേക്ക് ഒത്തിരി പോയിട്ടുള്ളതാണ്, ആനനെ ഇതുവരെ കണ്ടിട്ടില്ല, അവിടെ ഒന്നും ആനയില്ല, പണ്ട് ഇടുക്കി വനത്തിൽ ആന ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, ഇപ്പം എങ്ങും ആനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ ആ ഡ്രൈവർ ചേട്ടന് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ ആനയൊന്നും ഇല്ലയെന്ന്. പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് ആ ഒരു ചിന്തിക്കുന്നവർക്ക് വേണ്ടി എടുത്ത് ഇനിയുള്ള ഞാൻ ലൈവായിട്ട് കണ്ടാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. നിങ്ങൾ നോക്കി ഈ അതായത് പൈനാവിന് മുന്നേ ആയിട്ട് പൈനാവിന് മുന്നേ ആയിട്ട് ഉള്ള സംഭവമാണ് ഈ ആനപ്പിണ്ടം കിടക്കാൻ കണ്ടില്ല, നല്ല ഫ്രഷ് ആനപ്പിണ്ടം. അതായത് നമ്മളിപ്പോൾ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ വരെ ഇവിടെ ആന ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. നേരം വെളുത്ത് 6:30-7 മണി ടൈമിൽ ആനയുണ്ട്, റോഡിൽ ഇറങ്ങി നിൽക്കുക. ആലോചിച്ച് അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്, ഒന്നും സംഭവിക്കാത്ത ഭാഗ്യം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ കുളമാവ് പൈനാവ് റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു വിജനത എത്രമാത്രം ഉണ്ടെന്ന്.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ആ ഒരു സമയത്ത് യാത്ര ചെയ്തതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല, എന്നാലും ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ആ ഒരു സമയത്ത് 2 വീലറിലൊന്നും വരാൻ നിൽക്കരുത്. നേരം വെളുത്തിട്ട് തന്നെ കയറുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാറിനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. 2 വീലറിൽ വരുന്നവരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോണം. നേരത്തെ പറഞ്ഞ പോലെ ഈ കൊള്ളക്കാരും പ്രേതം ഭൂതം കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ശരിക്കും ഫോറസ്റ്റിൻ്റെ അത് കയറി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടത് വന്യമൃഗങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ആന പോലെ ഉള്ള മൃഗങ്ങൾ വഴിയിലൊക്കെ വന്ന് നിന്നുള്ള അവസ്ഥ ആലോചിക്കുക. പിന്നെ ഈ കൊള്ളക്കാരുടെ കാര്യം അങ്ങനെ തള്ളിക്കളയാന്ന് പറയട്ടെ. ഇങ്ങനെയുള്ള തനിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേനുവേ അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ആളുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെക്കാളും അപകടകാരികൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അവരും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അഭയപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നവരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് വിചാരിച്ച് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുത്താൽ മതി. എന്തായാലും ഞാൻ ആലോചിക്കുന്ന കാര്യമല്ല, നമ്മളിപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിച്ച് തുടങ്ങി, അതിങ്ങനെ ആലോചിച്ച് പെരിപ്പിച്ചാണ് എൻ്റെ ഒരു മൈൻഡൊക്കെ മാറിയത്. അതാണ് അത് ഈ തന്നെ യാത്ര ചെയ്തപ്പോൾ ഉള്ളൊരു ഫീലാണ്, ഒരു ലൈവ് ഫീലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചുരമൊക്കെ ഇറങ്ങി കമ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ജനുവരി 11 ഞായറാഴ്ചയാണ്. ഇന്നലെ വരെ നല്ല ഒരു വേനലിൻ്റെ ഒരു ഫീലായിരുന്നു. ഈ ന്യൂനമർദ്ദം കയറുകയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നല്ല മഴയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടോ എന്നറിയില്ല. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് കുളമാവ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയ മഴയാണ്. ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയായിട്ട് തുടങ്ങി, അങ്ങനെ മഴ കൂടി ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ കയറിയപ്പോഴും ആ ഒരു മഴ ഇങ്ങനെ നിൽക്കുവാണ്. ചെറിയ ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. നമ്മുടെ നാട്ടിൽ ബൈക്കും സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അതായത് ഇവിടുത്തെ പിള്ളേർ ഓടിക്കുന്നുണ്ടല്ലേ, ഇത് ഇവർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ പൊങ്കലൊക്കെ വരുമല്ലേ, ഇവിടെ റേസ് കാര്യങ്ങളൊക്കെയുണ്ട്. വലിയൊരു ആട്ടിൻകൂട്ടം ആടിനെ മേച്ചുകൊണ്ട് വരുന്നുണ്ടോ, എൻ്റെ പൊന്നോ, അതെന്തൊരു ആടുണ്ടെന്ന് നോക്കി. ഇത്രയും വലിയൊരു ആട്ടിൻകൂട്ടം തമിഴ്നാട്ടിൽ കൂടെ ഇത്രയും ദിവസങ്ങളായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും അധികം ആട്ടിൻകൂട്ടങ്ങളെ ആദ്യമായിട്ട് കാണുവാണേ. അണ്ണാ എത്ര ആട് ഇருக்கு? 500 500 ഉണ്ടോ കേട്ടോ. ആ കാളയുടെ അടുത്തേക്ക് കൂടിയേക്കുവാണ്. നമ്മുടെ നാടൻ ആടല്ല കേട്ടോ. ഇതെന്നാ ആട്? ഇത് ചെമ്മരിയാ? ചെമ്മരിയായിട്ട് രോമമില്ല കേട്ടോ, രോമം എടുത്തതായിരിക്കും. ഈ വഴി ബ്ലോക്കായേ, അതെ വഴി ഒരു ബ്ലോക്കാക്കി. 500 ആടുകൾ പോയി തീരണ്ടേ, ഇങ്ങനെ കിടക്കുക. ശരി ഓക്കെ ബൈ. ഇത് നോക്കേ പോകുന്ന കേട്ടോ. കൂടുതൽ ഈ വലിയ കൊമ്പുള്ളവങ്ങളും ഉണ്ട് കേട്ടോ. അത് ഈ മുട്ടനാട് കണ്ടോ, അതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞിരിക്കുകയാണേ. എന്തൊരു ആടാ പോകുന്നത്, നാട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടോ. അയ്യോ, പുറകിലും ഒരാളുണ്ട് കേട്ടോ. മുന്നിലൊരാൾ നേരെ പോയിട്ടുണ്ട്, അതുപോലെ പുറകിലും ഉണ്ട് ഒരാൾ. അല്ലെങ്കിൽ ഇവർ ഈ 500 എങ്ങനെയല്ലേ ഈ എണ്ണം തെറ്റാതെ ഇവർ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുന്നതല്ലേ. ഇവർക്കറിയാം കറക്റ്റ്. ഇത് കണ്ടോ, ആ കൊമ്പുള്ള ആട് നോക്കി. വലിയൊരു ട്രെയിൻ പോകുന്ന പോലെയാണ്. കൂടെ ഈ പട്ടികളുണ്ട് കേട്ടോ. പട്ടികൾ ഇവർക്ക് വേണ്ടി കാവലായിട്ട് പോകുന്നതാണ്. പട്ടി സീനാക്കും. ഇത് ഒരാളുടെ ആടായിരിക്കുമോ? ഒരാളുടെയാ? 500 ആട്. ഫാം ഇറുക്കാങ്ക പക്കം ഫാം ഇറുക്ക. അപ്പോൾ ആടുകളെല്ലാം ഈ പറമ്പിൽ ഈ തെങ്ങും തോട്ടത്തിലാണേ മേയ്ക്കാനായിട്ട് വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ പുറകെ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് കാണാമല്ലോ. എന്തായാലും കേരളത്തിൽ മഴ ആയതുകൊണ്ട് അത് കുറച്ച് മഴയൊക്കെ ഇത് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഈ തൊടിയെല്ലാം നനഞ്ഞാണ് കിടക്കുന്നത് കണ്ടാ. മുന്നേ നടക്കുന്ന ആളങ്ങ് പോയി കണ്ടോ. ഈ പറമ്പിൽ ഇങ്ങനെ ചെതറി നിൽക്കുവാണേ അവർ. അയ്യോ, എന്തോരു ആടുകളാന്ന് നോക്കി. ഇതെങ്ങനെയല്ലേ ഒരെണ്ണം പോലും മിസ്സാവാതെ ഇവർ കൊണ്ടുപോകുന്നത്. അതാണ് ഒരു എണ്ണി നോക്കുമായിരിക്കുമോ എന്നും. നമ്മൾ പൊള്ളാച്ചിയിലെ കണ്ട പോലെ വലിയൊരു തെങ്ങുത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ധാരാളം പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ആടുകളെല്ലാം വന്ന് ഈ തെങ്ങുന്തോട്ടത്തിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, പല ഭാഗത്തായിട്ട്. അവർ തീറ്റ ആരംഭിച്ചിട്ടുണ്ട്. ചിലർ ബഹളം വയ്ക്കുന്നുണ്ട്, ചിലർ വെറുതെ നടക്കുന്നു. ഇതെങ്ങനെയല്ലേ കണ്ടോ. കുറേ പേരൊക്കെ അതിർത്തി വിട്ടു പോയേ കണ്ടോ. അവിടുന്ന് ആ അണ്ണൻ നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്ര എണ്ണം ഉണ്ടല്ലോ, 500 എണ്ണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ജമ്പ് ചെയ്ത് പോയതുണ്ടല്ലേ. അതുപോലെ ആ പട്ടികളെ ഇവർ വെറുതെ കൊണ്ടുവരുന്നതല്ല കേട്ടോ. ഈ പട്ടികൾ ഇവർക്കൊരു കാവലായിട്ട് വരുന്നതാണ് കേട്ടോ. ആ പട്ടികളുടെ കണ്ണ് എല്ലായിടത്തും അവർ നോക്കുന്നുണ്ട് കണ്ടോ. ആളുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. ഇനി ആടുകളെ കൊണ്ട് തിരിച്ച് പോകുമ്പോഴാണ് അവരും തിരികെ പോവുള്ളൂ. അങ്ങനെ കുറേ പട്ടികളുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ ഈ പട്ടി കടിക്കുമെന്ന് പറഞ്ഞേ കുറച്ച് എൻ്റെ അടുത്തേക്ക് ചാടിയാർന്ന് കേട്ടോ. അപ്പോഴീ പറമ്പ് നിറയെ കൊക്കുകൾ വന്നിട്ടോ. ആടുകൾ എത്തിയപ്പോഴത്തേനും കൊക്കുകളും എവിടെ നിന്നൊക്കെയോ പറന്ന് വന്നിട്ടുണ്ടേ. കൊക്കിൻ്റെ വിശപ്പ് മാറും, ആടിൻ്റെ കടിയും മാറുമല്ലോ. ആ കൊമ്പുള്ള മുട്ടനാടിൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ കടായി എന്നാണ് പറഞ്ഞത്, കടായി. അപ്പോൾ ഈ കാണുന്ന
ആട്ടിൻകുട്ടികളുടെ എല്ലാം അച്ഛനാണ് കേട്ടോ. അങ്ങനെ കുറേ അച്ഛന്മാരുണ്ട് ഇവർക്ക്, കണ്ടില്ലേ? അത് ഇവർ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതാണേ. കണ്ട ആടിൻ്റെ ഒരു സൈസ് കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിൽ കുറേ ആട് ഇവിടെ. മൊത്തം എത്ര ഇருக்கு? കടായി എത്ര ഇருக்கு മൊത്തം? 10 കടായാണ്. അത്തരത്തിൽ 10 ആടുകളുണ്ട്. അങ്ങനെ നമ്മൾ കമ്പത്തെ ആട് ജീവിതമൊക്കെ കണ്ടിട്ട് തിരിച്ച് നടക്കുവാണേ. ഇവിടെ ഈ പട്ടികൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പട്ടി ചാടി വരും, അത് ഭയങ്കര അഗ്രസീവാണ്. കടി കിട്ടാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കുറേ അബാൻഡൻഡ് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. അതുപോലെ ഇത് അവിടെയൊക്കെ കുറേ വീടുകളും കാണാറ് നമുക്ക്. ആ ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കമ്പത്തുനിന്ന് കോമ്പൈ എന്ന ഗ്രാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കമ്പം ടൗണിലേക്ക് ഒന്നും പോയില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഉൾവഴികളിലൂടെയാണ്, ഉൾഗ്രാമങ്ങൾ തേടിയാണ് പോകുന്നത് കേട്ടോ. അപ്പം കോമ്പൈ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കൃഷിയിടങ്ങൾ കാണാം. അതിൽ തന്നെ പ്രധാനമായിട്ടും മുന്തിരിയാണ്. ഈ കമ്പം തേനി ഭാഗത്ത് പ്രധാനം മുന്തിരിയാണല്ലോ. മുന്തിരിയും വിളയുന്ന വലിയ പാടങ്ങൾ കാണാം, തെങ്ങും തോട്ടങ്ങൾ കാണാം, ചോളപ്പാടങ്ങൾ കാണാം, അതുപോലെ മാവിൻ തോട്ടങ്ങൾ കാണാം. അത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും കശുമാവ് കൃഷി ചെയ്തേക്കുന്നുണ്ടല്ലേ. ഇതും വലിയൊരു കശുമാവിൻ തോട്ടമാണ്. കാരണം അധികം ഹൈറ്റില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ വലിയ മരമായിട്ടല്ലേ വളർന്നു പോകുന്നത്. ഇത് ഹൈറ്റില്ല, പക്ഷേ അത് നിറയെ കായ്ച്ചിട്ടുണ്ടേ. കണ്ടോ, അതിൻ്റെ ചുവട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ കുത്തി ഇളക്കി ഇട്ടിട്ട് നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു കശുമാവിൻ തോട്ടമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ സാധാരണ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ വരുമ്പം അമ്പലങ്ങൾ, നിരവധി അമ്പലങ്ങൾ കാണാമല്ലോ, ചെറിയ അമ്പലങ്ങളൊക്കെ. എന്നാൽ പള്ളികൾ അങ്ങനെ നമ്മൾ സാധാരണ കാണുന്നതല്ല. ഇത് ഇവിടെ നമുക്കൊരു പള്ളി കാണാം കേട്ടോ. കണ്ടിട്ടൊരു കുരിശു പള്ളിയാണെന്ന് തോന്നുന്നു. അതങ്ങനെ ഒരു മൊത്തം 2 നിലയായിട്ട് മേളിലേക്കുണ്ട് കേട്ടോ. ആ നിലകളിലെല്ലാം ഓരോ രൂപങ്ങളും മാതാവിൻ്റെയും അതുപോലെ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ രൂപങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വീടുകളും അതുപോലെ അതെ അവിടെ ചെറിയൊരു കടയും കാണാം. അതുപോലെ തന്നെ അതെ പള്ളിയുടെ മുൻപിൽ കൂടെ ഒരു ചെറിയൊരു തോടൊഴുകി പോകുന്നുണ്ട്. ആ തോടങ്ങനെ ഒഴുകി ആ റോഡ് ക്രോസ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്കാണ് ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ റോഡിലെ വെള്ളം കണ്ടില്ല, തോടൊഴുകുന്നത്. അത് അതെ ഈ ഗ്രാമത്തിലുള്ളവരുടെ സർവീസ് സ്റ്റേഷനാണ്. ഇവർ ബൈക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ആ വെള്ളം ഉപയോഗിച്ചാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഈ പള്ളിയുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് വലിയകുളം 4 റോഡെന്നാണ്. നമുക്ക് ഈ ജംഗ്ഷനിൽ ഇങ്ങനെ 4 ഭാഗത്തേക്കും റോഡുകൾ പോകുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ആ കട. കട എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടയാണ് കേട്ടോ. കടയിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇല്ലതേ. ഈ കാണുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കടയും അതുപോലെ തന്നെ വീടും കൂടെ ചേർന്നതാണേ. ആ വീട്ടുകാരുടെ കടയാണ്. എനിക്ക് തോന്നുന്നത് ആ വീട്ടിലേക്കുള്ള അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നിലവിൽ ആ കടയിലുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ഒരു പാർട്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതാണ് വീട്. ഇതിൻ്റെ അകത്താണ് 1-2 മുറികളൊക്കെ ഉള്ളൂ കേട്ടോ. 2 പേര് ഇരിക്കുക. 2 പേരേ ഉള്ളൂ. അവർ ആഹാരം പാകം ചെയ്യാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അതുപോലെ ഈ വീടിൻ്റെ പിന്നിലായിട്ട് വലിയ കൃഷിയിടങ്ങളൊക്കെയാണ്. ഇവിടെ ധാരാളം കോഴികളെ കാണാം. കോഴി കുഞ്ഞുങ്ങളും അതുപോലെ പശുക്കളൊക്കെയാണ് ഇവിടെ വളർത്തുന്നത്. ഇങ്ങനെ ഒരു ഓട്ടോ കാണാം, പഴയ ഒരു ഓട്ടോ കാണാം കേട്ടോ. ഇതിങ്ങനെ ഓടുന്ന വണ്ടിയാണ്. ഇവർക്ക് ഈ പശുവിനൊക്കെ പുല്ല് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ളതാണേ. ഇവിടെ ധാരാളം പശുക്കൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവർ ആഹാരം പാകം ചെയ്യുന്ന ഈ ഒരു ഷെഡിലാണ്, ഈ വീടിൻ്റെ പുറത്തുള്ള ഈ ഷെഡിലാണ്. അപ്പോൾ എന്തായാലും അധികം പശുക്കാഴ്ചകളൊന്നും അധികം കാണിക്കുന്നില്ല കേട്ടോ. പശുവും തൊഴുത്തും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ കുറേ കാണിച്ചതാണല്ലോ. അതുപോലെ ഇതാണ് കോഴിക്കൂട് ഉണ്ടോ, ഇങ്ങനെ തകര ഷീറ്റ് വെച്ച് നിർമ്മിച്ചേക്കുന്ന വലിയൊരു കോഴിക്കൂടാണ്. അപ്പം ഒരുപാട് കോഴികളുണ്ട് കേട്ടോ. അവിടെ കുറേ കോഴികൾ നിൽക്കുന്നതാണ്, ഒത്തിരി കോഴികളുണ്ട്. അങ്ങനെ വലിയൊരു കൂട് കാണാം. ഇവിടെ പുറത്തും ഇവർ ആഹാരം പാകം ചെയ്യുന്നുണ്ട് കേട്ടോ. പട്ടിയും കൂടെ പേരെന്നാ? കാമാക്ഷി. അതുപോലെ തന്നെ വെള്ളം ഉണ്ടല്ലേ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ഈ വീപ്പയിൽ നിറച്ച് വെച്ചേക്കുന്നു. നോക്കി, ഈ തണ്ണി എങ്കെന്നാ വെറുതെ തൊട്ടിന്നാ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇങ്ങനെ കോമ്പൗണ്ട് വേലി കെട്ടി തിരിച്ചേക്കുവാണ് ഈ വീട് കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്, വീടും ഈ തൊഴുത്തും എല്ലാം. അപ്പോൾ ഇത് ചുക്ക് കാപ്പി ഇട്ടേക്കുന്നതാണേ. അത് കണ്ടോ, ഒരു കലം നിറച്ചിട്ടേക്കുവാണല്ലോ ചുക്ക് കാപ്പി. ഇവർക്ക് പല സമയത്തായിട്ട് കുടിക്കാനായിരിക്കും. ഇവിടുന്ന് ഈ പൈപ്പിക്കോടെ വെള്ളം വരുന്നുണ്ടേ. ഇവർ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ. അത് ക്യാനിലേക്ക് കളക്ട് ചെയ്യണം കേട്ടോ. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാനുള്ളത്. വലിയ മലനിരകൾ കാണാം. അതിൻ്റെ താഴ്വാരത്താണ് ഈ കാണുന്ന കൃഷിയിടങ്ങളൊക്കെ. അവിടെ പ്രധാനമായിട്ടും വിളയുന്നത് വാഴ തന്നെയാണ്. അതുപോലെ മാവും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഉള്ള കശുമാവിൻ തോട്ടങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാം കേട്ടോ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മിക്കയിടത്തും കാണുന്ന ഒരുതരം ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ നമുക്ക് നമ്മുടെ കൊന്നപ്പൂവിനോട് സാമ്യമുള്ള പൂ കാണാം. അതുപോലെ അതിൻ്റെ മൊട്ടും കാണാം കേട്ടോ. അപ്പോൾ ഇത് ആവാരം പൂ എന്നാണ് അറിയപ്പെടുന്നത്. ആവാരം പൂ. ഇതിൻ്റെ മൊട്ട് ഇവിടുത്തെ ഗ്രാമീണർ എടുത്തിട്ട് ഇത് ഉണക്കി പൊടിച്ച് നമ്മുടെ കാപ്പിക്കുരുവൊക്കെ പൊടിക്കുന്ന പോലെ ഉണക്കി പൊടിച്ച ശേഷം
ചായയിലിട്ട് കുടിക്കും കേട്ടോ. ഇതിന് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള വഴിയോരത്തും വെറുതെ നിൽക്കുന്നത് കാണാം കേട്ടോ. അതിലൊരു തരം പയറും നമുക്ക് കാണാം. അപ്പോൾ ഈ ആവാരം പൂവിന് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നമുക്ക് അറിയണ്ടേ? വെറുതെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ തപ്പി കുറച്ച് വിവരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം വരാനും അതുപോലെ ദഹനത്തിനും പിന്നെ നമ്മുടെ ബ്ലഡിലെ പഞ്ചസാര ഷുഗർ ഉള്ളവർ ഇവിടുന്ന് കുറച്ച് ഈ മുട്ടൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി പൊടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ പറ്റും. പിന്നെ വൃക്കകളുടെയൊക്കെ നല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനത്തിനും പിന്നെ മലബന്ധം അതുപോലെ തന്നെ ആർത്തവ രക്തത്തെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കുറേ നല്ല ഔഷധ ഗുണങ്ങൾ ധാരാളം ഉള്ള ഒരു പൂവാണ് കേട്ടോ. വെറുതെ അല്ല ഇവർ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. മഴ പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ പണിയാണ് കേട്ടോ. അങ്ങനെ കയറി നിൽക്കാനായിട്ട് ഒരു സ്ഥലം പോലും കണ്ടില്ല. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വലിയൊരു തെങ്ങിൻ തോട്ടം കണ്ടപ്പം കയറിയാണ് കേട്ടോ. ഈ ഓലയുടെയൊക്കെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നനയില്ലല്ലോ. എന്തായാലും കറക്റ്റ് ടൈമിലാണ് ഇവിടെ വന്നത് കേട്ടോ. ഇത് നോക്കി തേങ്ങ പറിച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്തങ്ങ് കണ്ടോ, ചെന്തങ്ങിൻ്റെ തേങ്ങയാണ്, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത് ഹൈദരാബാദിന് കയറി പോകുന്നതാണ് കേട്ടോ ഈ ലോഡ്. തേങ്ങയെല്ലാം ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ നമുക്ക് കാണാം കേട്ടോ. അതിങ്ങനെ കൊട്ടയിലാക്കി കുറച്ച് ചേച്ചിമാരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ കൊട്ടയിലാക്കി ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. ഇത് കരിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. നല്ല മധുരമുള്ള വെള്ളമെന്ന് പറഞ്ഞാൽ പിന്നെ കാമ്പ് ചെറിയ രീതിയിലേക്ക് ഉള്ളൂ കേട്ടോ. പ്രധാനമായിട്ടും വെള്ളമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് അധികം ഹൈറ്റില്ല. ഇത് നോക്കിയാൽ തെങ്ങിന് അധികം ഹൈറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് തോട്ടി കൊണ്ട് വലിച്ചിടുമായിരിക്കുന്നത്. ഇത് കയറി തന്നെയാണ് ഇടുന്നത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ആ ജോലിക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. എല്ലാ തെങ്ങിൽ നിന്ന് ഇട്ട് വെച്ചേക്കുവാണ്. കമ്പത്ത് മഴയായിരിക്കും എന്ന് ഞാനിങ്ങനെ ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത് കേട്ടോ. കാരണം ഇടുക്കിയിൽ മഴയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു വിഹിതം ഇങ്ങോട്ട് കിട്ടുമല്ലോ. മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് നിൽക്കുവാണ്. അതിങ്ങനെ മാറുന്നുമില്ല. ചില സമയത്ത് ചെറുതായിട്ട് ശക്തി പ്രാപിക്കുകയാണ്. അതുകൊണ്ട് ഒരു സുഖമില്ല കേട്ടോ. മൊത്തം മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ കയറിയ ചെന്തങ്ങിൻ്റെ തോട്ടമില്ല, അത് ഏകദേശം 12 ഏക്കറിലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ചെന്തങ്ങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ വിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? പീസ് റേറ്റിനാണ്. ഒരെണ്ണത്തിന് കിലോ കണക്കല്ല, ഒരെണ്ണത്തിന് 35 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കമ്പത്തിൻ്റെ കോംബെ എന്ന ചെറിയൊരു പട്ടണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ ദരിദ്രമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കോംബയിൽ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഇവിടെ ചെറിയൊരു പെട്ടിക്കട നമുക്ക് കാണാം. 2 പേര് ഇവിടെ ഇരുന്ന് തീ കായുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന്. ഇവിടെ തീ ഇട്ടേക്കുവാണ് കണ്ടോ. ചൂട്ട് ഓലയ്ക്ക് തീ കൊടുത്തേക്കുവാണ്. അവർക്ക് തണുത്തിട്ടാണ്, നല്ല തണുപ്പാണ് ഈ മഴ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടല്ലേ പുതപ്പൊക്കെ പൊതിച്ചിരിക്കുന്നത്, തണുത്തിട്ട് തീ കായുന്ന കേട്ടോ. അപ്പം ഈ ഇവരുടെ കടയാണ് ഈ കാണുന്നത്. അധികം സാധനങ്ങളും തന്നെയില്ല. ചെറിയ അതിങ്ങനെയുള്ള ചിപ്സ് അങ്ങനെയുള്ള പാക്കറ്റ് ഐറ്റംസും കുറച്ച് വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഓല മേഞ്ഞ കുടിലുകളും ചെറിയ വീടുകളും ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കടകളൊക്കെയാണ് ഇവിടെ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ പല ഗ്രാമങ്ങളിലും നമ്മൾ പോകുമ്പോൾ നല്ല വൃത്തിയോടെയുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. നല്ല രീതിയിൽ തൂത്തുവാരി അടിച്ച് ചാണകമൊക്കെ വഴി. ഇവിടെ അങ്ങനെയുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ വളരെ ദരിദ്രമായിട്ടുള്ള കാഴ്ചകൾ, വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുകളാണ് കേട്ടോ ഇവിടെ എങ്ങും നമുക്ക് കാണാറുള്ളത്. ഇത് മട്ടും താൻ ഇവിടെ ഈ ഇങ്ങനെയുള്ള ഈ വറപൊരി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പടം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മുടെ ഈ കൊണ്ടാട്ടമില്ല ഏതാണ്, അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് തിന്ന് നോക്കാൻ പറഞ്ഞു, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. നല്ല ഇറക്ക് എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇവിടുന്ന് ഇതുപോലെ ഒരു മൺപാത ഉള്ളിലേക്ക് നീണ്ടു പോകുന്നത് കാണാം. അത് കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള ഈ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എവിടേക്കെങ്കിലും പോകുന്നതായിരിക്കും കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കോവിൽ നമുക്ക് കാണാം. അതിനോട് ചേർന്ന് ഇങ്ങനെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന സ്ഥലം, ഇവിടെയൊന്നും കൃഷിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തമിഴ്നാട്ടിലിങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വഴികൾ പല ഭാഗത്തേക്കും നീണ്ടു പോകുന്നുണ്ടേ. ആ വഴിയുടെ ഇരു സൈഡിലുമായിട്ട് വീടുകളാണ് വരുന്നത് കേട്ടോ. ഈ വഴിയുടെയൊക്കെ ഒരു അവസ്ഥ നോക്കി, മൊത്തം ചെളിയായിട്ട്. ഇപ്പം മഴ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടോ വെള്ളമൊക്കെ നിറഞ്ഞ് ചെളിയായിട്ട് നമുക്ക് വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് ഈ വഴിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വീടുകളില്ലേ, വെള്ള പെയിൻ്റ് അടിച്ച് ചെറിയ വീടുകൾ, അങ്ങനെ ഒരു വീട് പോലും ഇവിടെ കാണാൻ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. അതിങ്ങനെയുള്ള ചെറിയ ഓലമേഞ്ഞ വീടുകളിൽ നിന്നും പറയാൻ പോലും പറ്റില്ല, ചെറിയ കുടിലുകളും ഇതിങ്ങനെ പുതിയ വീടുകളൊക്കെ കെട്ടുന്നുണ്ട്. ഒട്ടും എന്താ പറയുക, ഒരു പൊലിമയില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ എങ്ങും കാണാനുള്ള കേട്ടോ. നിറയെ ഇருக்கு എല്ലാം இந்த மாதிரி വീടുകളാ? പെരിയ വീട് ഇരിക്കാ. കണ്ടോ ഇങ്ങനെയുള്ള വീടുകളാണ് കൂടുതലും. ഇത് കണ്ടില്ലേ, ഇങ്ങ വന്നിട്ട് എത്ര നാളാച്ച്? 8 വർഷമായിട്ട്. 12 വർഷമാച്ച്. കേരള തൊടുപുഴ തെരിയുമാ? തൊടുപുഴ തൊടുപുഴയെന്ന്
അപ്പോൾ എല്ലാവരും ദേ ഒത്തുകൂടി കേട്ടോ. എന്നെ കണ്ടിട്ട് അതിൻ്റെ മുന്നിലായിട്ട് കോലമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ വീടൊന്നും കാണിച്ചു തരാവേ. ഞാൻ ചോദിച്ചിട്ടാണ് കയറുന്നത് കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടെന്നൊരു സാങ്കല്പികം മാത്രമാണ്. ശരിക്കും വീടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഷെഡ് അല്ലേ. ഇപ്പം ഈ ഷെഡിൻ്റെ അകത്താണ് ഇവർ താമസിക്കുന്നത്. 3 പേരുണ്ട്. ആ 3 പേരടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടല്ലേ, ഒറ്റ മുറിയുള്ളൂ. അതിലാണ് ആഹാരം പാകം ചെയ്യുന്നതും കിടക്കുന്നതും എല്ലാം ഈ ഒറ്റ മുറിയിലാണ്. ഇത് കണ്ടല്ലേ, ഓല മേഞ്ഞ രീതിയിലാണ്. അതിനോട് തൊട്ട് ചേർന്ന് തൊഴുത്ത് നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടാണ് ഈ പ്രദേശം കിടക്കുന്നത്. ഇവിടെ ബാത്റൂം കാണാം. സാപ്പിട്ട ഇതാ വാങ്ങിച്ച സാപ്പിട് വാങ്ങിച്ച ഇതാ വാങ്ങിച്ച സാപ്പിട് സാപ്പിട്. ആ പുല്ല് കയറ്റിക്കൊണ്ട് ഒരു കാളവണ്ടി പോകുന്നുണ്ടോ. ഇവിടെ ഒരു വീട്ടില് ഒരു കാളവണ്ടി നിറയെ പുല്ലായിട്ട് ഇതേ ഇപ്പൊ വന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, പശുവിന് കൊടുക്കാനാട്ടോ. ഈ അവിടെ ഒരു കുട്ടിയാട്. കാളവണ്ടി വന്ന് നിർത്തി കാളകളെ അഴിച്ച് കൂട്ടിലേക്ക് കെട്ടുവാണേ. ഇവിടെ പശുവിനൊക്കെ ഇറക്കുന്നു. ഇതൊക്കെ ഇവർ കൊണ്ടുവന്ന ഈ പുല്ല് വെച്ചേക്കുന്നുണ്ടോ, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. നമുക്ക് എത്ര മാട് ഇருக்கு? 3 മാട്. എന്താ 3? ആ ഇവിടെ ഒരെണ്ണൻ പാല് ഇറക്കണേണ്ട. ചുറ്റുപാടൊക്കെ കിടക്കണമൊക്കെ വളരെ കഷ്ടമാണ് കേട്ടോ. ഇതിവിടെ ട്രാക്ടറുണ്ട് ഈ വീട്ടിൽ. കാളവണ്ടിക്ക് കൊണ്ടുവന്ന പുല്ല് ഇറക്കാൻ പോവാണ് കേട്ടോ. വൃത്തിയുള്ള കാഴ്ചകൾ എങ്ങും നമുക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങ് ആ ഒരു ഭാഗത്ത് നോക്കി വലിയൊരു ബിൽഡിങ് എന്താണെന്നറിയില്ല, അത് മൊത്തം അങ്ങനെ നശിച്ച് കിടക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത്തരത്തിലുള്ള കാഴ്ചകളാണ്. അതായത് പശുവിൻ്റെ ചാണകമൊക്കെ വഴിയിൽ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ. അങ്ങനെ വളരെ വൃത്തിഹീനമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വഴികൾ, ഇടവഴികൾ ഇങ്ങനെ പല ഭാഗത്തേക്കും പോകണ കാണാം. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് വീടുകളെല്ലാം വരുന്നത് കേട്ടോ. ഇവിടെ നമുക്കിത് ഓല മേഞ്ഞ ഷെഡുകൾ, അതായത് കുടിലുകൾ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഷെഡിലാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം ഷെഡുകൾ നമുക്കിവിടെ കാണാം. അതിൻ്റെ പുറത്തോടെ ഇങ്ങനെ അഴുക്ക് ചാലുകൾ ഒഴുകുന്ന കണ്ടില്ലേ. അതുകൊണ്ട് ഈ മഴയും കൂടെ ആയപ്പോൾ മൊത്തം ചെളിയായിട്ട് വൃത്തികെട്ട കിടക്കണം. ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയൊക്കെ, പശുവിൻ്റെയൊക്കെ മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതിനോട് ചേർന്ന് തൊഴുത്തെന്ന് പറഞ്ഞാൽ വീടാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് ചേർന്നാണ് ഈ തൊഴുത്ത്. അതും ഭയങ്കര ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ കണ്ടില്ലേ, ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇതൊരു തൊഴുത്ത് അതിനോട് ചേർന്നാക്കാണ് കണ്ടില്ലേ, അത് വീടാണ്. അവിടെയാണ് താമസിക്കുന്നത്. ബാത്റൂം പുറത്ത് അങ്ങനെയാണ് കേട്ടോ ഇവിടെ ആളുകൾ താമസിക്കുന്നത്. ഇവിടെ നമുക്കൊരു കട കാണാം, ഓല മേഞ്ഞ നമ്മൾ ആദ്യം കണ്ട പോലെയുള്ള ചെറിയൊരു കട ഇവിടെ നമുക്ക് കാണാം. ഈ ഗ്രാമത്തിലെ ഒരു സ്കൂളാണ് ഈ കാണുന്നത്. ഒട്ടും മെയിൻ്റനൻസ് ചെയ്യാതെ കിടക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ അകത്ത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ് സ്കൂള്. ഇത് കണ്ടില്ലേ, ഇത് നോക്കിയേ. ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് എങ്ങും എവിടെ നോക്കിയാലും. കാണുന്നതൊക്കെ അതിൻ്റെ അകത്ത് വീടാണ്. അതിൻ്റെ മുന്നിലായിട്ട് എന്നോ കേടായിപ്പോയൊരു ട്രാക്ടർ കാണാം. വീടും ഈ പറഞ്ഞ പോലെ തൊഴുത്തും എല്ലാം കൂടെ കാണാം. അവിടെ ഒരു വീട് ഇങ്ങനെ കട്ട കൊണ്ട് കെട്ടി പണിയുന്നുണ്ട്. കേരള തൊടുപുഴ തെരയുമാ? തൊടുപുഴ ആ തെരയുമാ? ഇടുക്കി ആ ഇടുക്കി ആ ഇടുക്കിയിലാ? കൊണ്ടമ്മേടാ? ആ ഞാൻ ആ വഴി വന്നേ, കമ്പംമേട്ട് വന്നിട്ട്. ആ ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആ വീടുകളൊക്കെ ഉള്ള പ്രദേശത്ത് നിന്ന് കോമ്പൈ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ കോമ്പൈ പട്ടണം, അതിലൊരു മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. അത് കമ്പത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വീടുകൾ കാണാം. ഇതിലൊരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. തോടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, മൊത്തം അഴുക്ക് വെള്ളമാണ് ഒഴുകി വരുന്നത്. അതിൽ മൊത്തം വേസ്റ്റും അങ്ങനെയുള്ളതെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളമാണെന്നുണ്ടെങ്കിൽ അധികമൊന്നുമില്ല കേട്ടോ, അത് മൊത്തം ഒഴുകി പോകാനായിട്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇത്തരത്തിലുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത്. അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീടുകൾ എന്ന് പറയാം. അതായത് വീടുകളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ കണ്ട് അതിന് വീടുകളിൽ നിന്നും അല്ലെങ്കിൽ കുടിലെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ ചുടുകട്ട വെച്ച് നിർമ്മിച്ചേക്കുന്ന വീടുകൾ നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ എല്ലാം കോലം പറയുന്നത് എങ്ങനെയാണ്, മൊത്തം ഒന്നും മെയിൻ്റനൻസ് ചെയ്യാതെ ഒരു പഴയ രീതിയിൽ. അപ്പോൾ ഈ വീടുകളായിക്കട്ടെ, അതുപോലെ തന്നെ ഈ കോമ്പയിലെ ഇവിടെ വരുന്ന ഈ കടകളും എല്ലാം തന്നെ ആ ഒരു പഴമയാണ്. ചിലപ്പോൾ ഒരു കാലത്ത് നല്ല രീതിക്ക് നിന്നിരുന്ന കടകളൊക്കെ ആയിരിക്കാം, ഒരു ടൗൺഷിപ്പ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് ഈ ഒഴുകുന്നത്. കണ്ടോ, വെള്ളം അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമ്പൈ ടൗണിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പാണെന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ
നമ്മൾ ആ ഗ്രാമത്തിൽ കണ്ട പോലെ, ആ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ട പോലെ തന്നെയുള്ള സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒട്ടും വൃത്തിയില്ല. നോക്കി, റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം പൊടിയും ചെളിയും കയറി, കെട്ടിടങ്ങളൊക്കെ ഇവിടെ നമുക്ക് ധാരാളം കെട്ടിടങ്ങൾ കാണാം, കടകളും അതിനോട് ചേർന്ന് തന്നെ, റോഡിനോട് ചേർന്ന് തന്നെ വീടുകൾ, അഗ്രഹാരങ്ങൾ, അതുപോലെ ഓരോ തെരുവുകൾ ഇങ്ങനെ പല ഭാഗത്തേക്ക് നീണ്ടു പോകുന്നുണ്ട്. അവിടെയൊക്കെ വീടുകൾ, തിങ്ങി നിൽക്കുന്ന വീടുകൾ. പക്ഷേ ഇതാണ് പ്രശ്നം, മൊത്തത്തിൽ വൃത്തിയില്ലായ്മയാണ്. കെട്ടിടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പഴകിയ കെട്ടിടങ്ങൾ, അതൊന്നും മെയിൻ്റനൻസ് ചെയ്യുന്നില്ല, പെയിൻ്റ് അടിക്കുന്നില്ല. ഈ റോഡിലെ ചെളിയും പൊടിയെല്ലാം നമുക്ക് ആ കെട്ടിടങ്ങളിലും കാണാം കേട്ടോ. അങ്ങനെ ഒരു കാഴ്ചയാണ്. ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ കടകളൊന്നും ഇല്ലെങ്കിൽ കൂടിയും എങ്കിലും ഇവിടെ ഒരു അമ്പലമുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്. കാര്യം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. തേര്, രഥം, ഇത് ഇവിടെ കണ്ടോ, ആ കെട്ടിടം കണ്ടില്ലേ, അതിൻ്റെ അകത്താണേ. പക്ഷേ അത് ക്ലോസ് ചെയ്ത് നമുക്ക് അകത്ത് കയറാനൊന്നും പറ്റില്ല, പുറമേ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പോർഷൻ മൊത്തം ഗ്ലാസ് ഇട്ടേക്കുവാണ്, എന്നാലും കാണത്തില്ല കേട്ടോ. ആ തേരിൻ്റെ അത്രയും ഭാഗം മാത്രമേ കാണുള്ളൂ. തടിയിൽ തീർത്തേക്കുന്നതാണ്, നിറയെ കൊത്തുപണികളൊക്കെ ആയിട്ട്. ഇവിടെ ഒരു പെരുമാൾ കോവിലുണ്ട്, ആ കോവിലിൻ്റെ ഉടമസ്ഥയിലുള്ള തേരാണ്. ഇവിടുത്തെ ഈ പ്രധാന ദിവസങ്ങളിൽ, അതായത് ഉത്സവത്തിനൊക്കെയാണ് പുറത്തിറക്കുള്ളൂ. തേര് കാണത്തില്ല കേട്ടോ. നമുക്കത് ഇവിടെ നിന്നാൽ പോലും അതിൻ്റെ കാഴ്ച നല്ല രീതിയിൽ കാണാൻ സാധിക്കില്ല. കാരണം അത്ര ക്ലിയർ അല്ല ആ ഗ്ലാസ്. അത് ഗ്ലാസ് അല്ല, ഈ അക്രലിക്കിൻ്റെ ഒരു ഷീറ്റാണ് സംഭവം. അത് മൊത്തം ഈ കറയും ചെളിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കോമ്പയിൽ നിന്ന് തിരിച്ച് കമ്പത്തേക്കുള്ള മടക്കയാത്രയിലാണ് കേട്ടോ. കോമ്പെ ടൗണിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരമാണ് കമ്പത്തേക്കുള്ളത്. അതായത് മെയിൻ റോഡ് വഴി, ബസ്സൊക്കെ സർവീസ് നടത്തുന്ന മെയിൻ റോഡ് വഴി 14 കിലോമീറ്റർ. നമ്മളിങ്ങോട്ടേക്ക് പോകുന്ന സെയിം വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. ഇത് കമ്പം തേനി ഹൈവേ നിന്ന് തിരിഞ്ഞ് പോരുന്ന വഴിയാണ്, ഈ ഉള്ളിലേക്ക് കയറി പോരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കോമ്പെ എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിരുന്നു കേട്ടോ. അതായത് ഞാൻ പ്രതീക്ഷിച്ചു പോയൊരു ഗ്രാമം പോലെ ആയിരുന്നില്ല. സാധാരണ നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുറ്റുപാടുകളൊക്കെയാണ്, ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് കാണുന്നത്, വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിലും. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ, അങ്ങനെ ഒരു മെച്ചപ്പെട്ട ഒന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ ഇങ്ങനെ വന്ന് നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറുവാണ്. ഈ ഹൈവേയിൽ നിന്ന് ഇടത്തോട്ട് പോയാൽ നേരെ തേനി ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ കുമിളി, കമ്പംമെട്ടൊക്കെ അതെ നമ്മളീ പോകുന്ന ഡയറക്ഷനിലാണ് കേട്ടോ. ഇത് നോക്കേ, വണ്ടിയിൽ കരിമ്പ് കൊണ്ടുപോകണം കേട്ടോ. പൊങ്കലാണല്ലോ അടുത്ത ദിവസം, അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ കോമ്പെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നായവർഗ്ഗമുണ്ട്. അപ്പോൾ അത് ബ്രീഡ് ചെയ്യിക്കുന്ന ഒരാളുണ്ട് കേട്ടോ, ഈ കോമ്പെ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ആ കാഴ്ച കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല കേട്ടോ, ആൾ സ്ഥലത്തില്ല. അങ്ങനെ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്ത് കമ്പംമെട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ മൊത്തം 18 ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അതുപോലെ തന്നെ വഴി ഭയങ്കര മോശമുണ്ടോ, ഭയങ്കര കുഴികളൊക്കെ ആയിട്ടുള്ളൊരു വഴിയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കുണ്ടാവില്ല, തിരക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും. നല്ലപോലെ കോടയായിട്ടോ. അങ്ങനെ നമ്മൾ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് കിടക്കുവാണേ. അതാ നമ്മുടെ കേരളത്തിലേക്ക് കയറി. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.